നമുക്കേ ഇന്നൊരു 58 സെൻറ്റ് സ്ഥലം പനമരം ഭാഗട്ടോ, വലിയ വിലയൊന്നുമില്ലാത്ത സ്ഥലമാണ്. ഞാനൊരു 30 സെൻറ്റ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റേഞ്ചിലുള്ള സ്ഥലമാണ്. വലിയ വിലയൊന്നുമില്ല, റോഡ് സൈഡാണ്, ടാറിങ് റോഡ്, അത് ചേർന്ന് കിടക്കുന്ന സ്ഥലം, നല്ല സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവിടുത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു സെൻറ്റിന് 10,000 രൂപ കുറവാണ് കേട്ടോ. അവിടെ ഞാൻ മാർക്കറ്റ് പഠിച്ചു. അപ്പം ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില അവിടെയുള്ള മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 10,000 രൂപ കുറവാണ്. പനമരമാണ്. പനമരത്തു നിന്ന് ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ പോകുന്ന വഴി റൂട്ടൊക്കെ നമ്മൾ പഴയമാതിരി കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ പനമരം ടൗണിലാണുള്ളത്. പനമരം എന്ന് പറയുന്നത് നമ്മൾ വയനാട് ജില്ലയുടെ ഏതാണ്ട് ഒരു സെൻട്രൽ ഏരിയ ആയിട്ട് വരും. നമ്മളിപ്പോൾ നേരെ മാനന്തവാടിക്കുള്ള റോഡിനാണുള്ളത്. നമ്മളിതിലെ പോകുമ്പം നമുക്ക് പുൽപ്പള്ളിക്ക് ഒരു റോഡുണ്ട്. പുൽപ്പള്ളിക്ക് പനമരം ടൗണിൽ നിന്ന് തിരിയുന്ന ഒരു റോഡുണ്ട്. ആ റോഡിലോട്ട് നമ്മൾ നീർവാരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതായത് പനമരത്തുനിന്ന് നീർവാരത്തേക്കാണ് നമ്മൾ പോകുന്നത്. റോഡ് പുൽപ്പള്ളിക്കുള്ളതാണെങ്കിലും നമ്മൾ നീർവാരത്തേക്കാണ് പോകേണ്ടത്. അത് വേറൊരു ഏരിയയാണ്. അപ്പം നീർവാരം റോഡിനാണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളെ പ്ലോട്ടിലേക്ക്. അപ്പോൾ തൊട്ടടുത്തുള്ള അത്യാവശ്യം വലിയ ടൗണ് പനമരാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ പനമരം ടൗൺ എന്ന് കാണിച്ചത്. പിന്നെ ഈ നീർവാരം എന്ന് പറയുന്നത് ചെറിയൊരു ടൗണാണ്. ആ ടൗണ് നമ്മൾ കാണില്ല, കാരണം നീർവാരം എത്തേണ്ട കാര്യമില്ല, നമുക്ക് അതിൻ്റെ മുന്നെയാണ് തിരിയേണ്ടത്. നമ്മൾ ഈ വലത്തോട്ടുള്ള റോഡിനാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ ആ റോഡിന് കുറച്ചിങ്ങോട്ട് വന്നു. ഇതിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നീർവാരം ടൗണാണ്. ടൗൺ എത്തുന്നതിന് മുന്നേ ആ ഒരു ഓട്ടോറിക്ഷ വരുന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡിൽ നിന്ന് ഇത് ബസ് റൂട്ടാണ്. ഇവിടുന്ന് ഒരു 1.5-1.25 കിലോമീറ്റർ ഉണ്ടാവും നമ്മളെ ലാൻഡിലോട്ട്. ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ലാൻഡ് ഉള്ളത്. ബാക്കി ഏതാണ്ട് ഞാൻ ലാൻഡിൻ്റെ അടുത്തെത്തുമ്പം ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ലാൻഡ് ഉള്ളത്. നമ്മളിപ്പോൾ ഏതാണ്ട് ലാൻഡ് എത്താനായിട്ടോ. ആ ഒരു ചെറിയൊരു വീട് പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മളെ ലാൻഡാണ്. ഇപ്പം നമ്മളെ ഇടത് സൈഡാണ് ലാൻഡ് ഉള്ളത്. നല്ലൊരു ഏരിയ ആണ്, നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നല്ല വ്യൂ ഉള്ള ഭാഗമാണ്. നമുക്ക് ഇവിടുന്ന് ഈ കുറുവാദ്വീപിലേക്ക് ഏതാണ്ട് ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. കുറുവാദ്വീപ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതിലേക്ക് ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഈ റോഡ് അങ്ങ് പോകുന്നുണ്ട്. ഈ റോഡ് പോയിട്ട് വേറെ 1-2 ചെറിയ ടൗണുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏതാണ്ട് സ്ഥലം എത്തിയിട്ടോ. ഇപ്പം എൻ്റെ ഇടത് സൈഡ് കാണുന്ന സ്ഥലമാണ്. നമുക്കൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടെടുക്കാം. നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. നിങ്ങൾക്ക് ആ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. വലത് സൈഡ് വലിയ വയലാണ്, നല്ല വയൽ വ്യൂ ആണ്. ഇങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. ചെറിയൊരു മലേൻ്റെ വ്യൂ അപ്പുറത്തുണ്ട്. ഇതിലിപ്പോൾ നിലവിൽ റബ്ബറാണ് ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇത് ആദ്യം വയലായിരുന്നു. ഈ സ്ഥലം വയലായിരുന്നു. ഇപ്പോൾ ഇത് തരം മാറ്റി കരയാക്കിയിട്ടുണ്ട്. 58 സെൻറ്റ് സ്ഥലമുള്ളത്. അതിലൊരു 6 സെൻറ്റ് കരയാവാതെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 52 സെൻറ്റും കരയാണ്. നികുതിയൊക്കെ അടച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇവർ റബ്ബർ വെച്ചിട്ടുണ്ട്, കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് ഇതിൽ അനുഭവങ്ങളൊന്നുമില്ല. നമുക്ക് വീടെടുക്കാം. ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ നിലവിൽ ഇതിൽ പെർമിഷനും റെഡി ഉണ്ട് കേട്ടോ. നമുക്ക് വേണേൽ അത് കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കാം. പുള്ളി അത് 3000 സ്ക്വയർ ഫീറ്റിന് ബിൽഡിംഗ് പെർമിഷനും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാൻഡ്. നല്ല നിരന്ന ലാൻഡാണ്. വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടിൽ വയൽ കാണുമ്പം വെള്ളം കയറുമോ എന്നുള്ള ഒരുപാട് കമൻറ്റ് വരും. അപ്പോൾ വെള്ളം കയറുന്ന വിഷയങ്ങളൊന്നുമില്ല. നല്ല ഏരിയ ആണ്. ആനയുണ്ടോ കടുവയുണ്ടോ എന്ന് കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കണ്ട, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കില്ല. കാരണം എവിടെ ആന എവിടെ കടുവ വരുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ നിലവിൽ ഇത് നല്ലൊരു ഏരിയ ആണ്.
വേറെ വന്യമൃഗ ശല്യമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്നൊരു ഭാഗമാണ്. നമുക്ക് എല്ലാ ടൗണിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. ചെറിയ ഹോളിഡേ ഹോമൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. ഇതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് 30,000 രൂപയാണ് കേട്ടോ. സെൻറ്റിന് 30,000 രൂപ. 58 സെൻറ്റ് സ്ഥലമുണ്ട്. ഏതാണ്ട് ഒരു 16-17 ലക്ഷം രൂപയ്ക്ക് എൻ്റെ ഒരു ആവറേജ് കണക്കൂട്ടൽ പറഞ്ഞാൽ ഈ ലാൻഡ് നമുക്ക് കിട്ടും. സെൻറ്റിന് 30,000 രൂപ. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. 58 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നിരപ്പുള്ളൊരു ലാൻഡാണ്. നമുക്ക് ഫ്രണ്ടിൽ ടാറിങ് റോഡുണ്ട്, വെള്ളത്തിന് സൗകര്യമുണ്ട്, കറണ്ടിന് സൗകര്യമുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യമുള്ളൊരു ഏരിയയാണ്. ഫ്രണ്ടിൽ നല്ല വ്യൂ ആണ്. നമുക്ക് വീടെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഹോളിഡേ ഹോം ചെയ്യാൻ പറ്റും. ഈ ഒരു ഭംഗി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. നമ്പർ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.